എല്ലാവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ള കല്ലടപ്പള്ളിയിലാണ് കേട്ടോ. അതായത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കല്ലടപ്പള്ളിയുടെ. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അന്ന് ആ സമയത്ത് പള്ളി പുതുക്കി പണിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു പള്ളി പുതുക്കി പണിഞ്ഞിട്ട് നമ്മൾ വന്നൊരു വീഡിയോ ഇവിടെ ചെയ്യാമെന്നും. അപ്പോൾ അങ്ങനെ നമ്മൾ വന്നതാണ് കേട്ടോ. പക്ഷേങ്കിൽ ഒന്നും പറയാനില്ല, അമ്മാതിരി രീതിയിലാണ് ആ പള്ളി പണിഞ്ഞ് വെച്ചേക്കുന്നത്. മധുവായിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. നമുക്ക് ഭയങ്കര പോസിറ്റീവ് വൈബാണ് ആ പള്ളിയുടെ അകത്ത് കയറി കഴിയുമ്പോൾ. ഞാൻ ഒത്തിരി പറഞ്ഞ് ഇതാക്കുന്നില്ല, നിങ്ങൾ കണ്ടു നോക്ക്. ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കൊല്ലം ഭദ്രാസനത്തിന് കീഴിൽ അതിപുരാതനമായ ഒരു ദേവാലയമാണ് കല്ലട വലിയ പള്ളി എന്നറിയപ്പെടുന്ന പടിഞ്ഞാറെ കല്ലട സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവക. 1678 സിറിയയിൽ നിന്നും കേരളത്തിലെത്തിച്ചേർന്ന പരിശുദ്ധനായ മാർ അന്ത്രയോസ് ബാവായുടെ ഖബറടത്താൽ അനുഗ്രഹീതമായ ദേവാലയമാണ് കല്ലട വലിയ പള്ളി. 2023 ജൂലൈ മാസം 9-ാം തീയതി ആരംഭിച്ച ദേവാലയത്തിൻ്റെ നവീകരണ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാലും കരുണയാലും 2025 ഫെബ്രുവരി 21, 22 തീയതികളിലായി പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെയും അഭിനന്ദ പിതാക്കന്മാരുടെയും കാർമ്മികത്വത്തിൽ ദേവാലയ കൂദാശ പൂർത്തീകരിച്ച് വിശ്വാസ സമൂഹത്തിന് ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും അവരുടെ വേദനകളും പ്രയാസങ്ങളും പരിശുദ്ധൻ്റെ സന്നിധിയിൽ ഇറക്കി വെക്കുവാനുമായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഏകദേശം 18 മാസം കൊണ്ട് ദേവാലയത്തിൻ്റെ നവീകരണ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുള്ള നിർമ്മാണ രീതികളും അതുപോലെ തന്നെ ഐക്കണുകളും ഒക്കെ മദ്ബഹായ്ക്കുള്ളിൽ കൊത്തുപണികളായി ചിത്രങ്ങളായി രേഖപ്പെടുത്തുവാനും ക്രമീകരിക്കുവാനും സാധിച്ചു. ഈ ദേവാലയത്തിൻ്റെ പ്രധാനപ്പെട്ട നേർച്ചകളിൽ ഒന്നാണ് മുത്തുക്കട നേർച്ച. ഇവിടെ വരുന്ന വിശ്വാസ സമൂഹം പരിശുദ്ധന മധ്യസ്ഥൽ അഭയപ്പെട്ടുകൊണ്ട് മുത്തുക്കടകളെടുത്ത് ദേവാലയത്തിന് 3 വലത്ത് പ്രദക്ഷിണം ചെയ്യുന്ന ഒരു രീതിയാണ് നിലവിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദേവാലയത്തിൻ്റെ മുകളിൽ മുത്തുക്കടകൾ കോൺക്രീറ്റിൽ ചെയ്ത്
അതിൻ്റെ ചുവടിലായി പരിശുദ്ധന്മാരുടെ ചിത്രങ്ങൾ സ്റ്റെയിൻഡ് ഗ്ലാസ്സിൽ വർക്ക് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഇവിടെ വരുന്ന വിശ്വാസ സമൂഹം മുത്തുകുടകളെടുത്ത് അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ വേദനകൾ, പ്രയാസങ്ങൾ പരിശുദ്ധൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അത് മുഖാന്തരം അവരുടെ വേദനകൾ, രോഗങ്ങൾ, ദുഃഖങ്ങളൊക്കെ മാറുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതായും അനേകരിൽ നിന്ന് സാക്ഷ്യം കേൾക്കുവാനായിട്ടിടയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന വിശ്വാസ സമൂഹം ഭൂരിഭാഗം പേരും പെരുന്നാൾ ദിവസങ്ങളിലും അല്ലാതെയുള്ള ദിവസങ്ങളിലും മുത്തുകുട നേർച്ചയായി ദേവാലയത്തിന് വലത്തു വെക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളതും നന്ദിയോടെ ഓർക്കുന്നു. അനേകർ അതിലൂടെ ആനന്ദവും സന്തോഷവും സമാധാനവും സൗഖ്യവും പ്രാപിക്കുന്നു എന്നുള്ളത് പരിശുദ്ധൻ്റെ മധ്യസ്ഥതയുടെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് എന്നുള്ളതും അറിയിക്കുന്നു. പഴയ ദേവാലയത്തിൽ പരിശുദ്ധനായ അന്ത്രയോസ് ബാവ 1692 കല്ലടയിൽ വെച്ചാണ് കാലം ചെയ്യുന്നത്. മാർച്ച് മാസം 2-ാം തീയതി പരിശുദ്ധ പിതാവിൻ്റെ തിരുശരീരം ദേവാലയത്തിൻ്റെ മദ്ബഹായ്ക്കുള്ളിൽ കബറടക്കം ചെയ്തു. തുടർന്ന് പല പ്രാവശ്യം ദേവാലയത്തിൻ്റെ നവീകരണങ്ങൾ നടന്നുവെങ്കിലും കബറിടം കാലഘട്ടത്തിനനുസരിച്ച് നവീകരണങ്ങൾ ചെയ്യുവാനോ പുതുക്കിപ്പണിയുവാനോ സാധിച്ചില്ല. എന്നാൽ ഈ പ്രാവശ്യത്തെ ദേവാലയത്തിൻ്റെ നവീകരണങ്ങളുടെ പ്രധാന ലക്ഷ്യം തന്നെ പരിശുദ്ധനായ അന്ത്രയോസ് ബാവായുടെ കബറിടം ഇവിടെ വരുന്ന വിശ്വാസ സമൂഹത്തിന് കാണുക എന്നുള്ള ഒരു സൗകര്യത്തോടുകൂടി ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിൻ പ്രകാരമാണ് പഴയ കബറിടത്തിനോട് ചേർന്നുള്ള പില്ലറുകൾ രണ്ടും പൊളിച്ചു കളഞ്ഞ് പുതിയ പില്ലറുകൾ രൂപീകരിച്ച് ഭംഗിയായ രീതിയിൽ തടിയിൽ ശില്പചാരുത ഒട്ടും കുറയാതെ വളരെ മനോഹരമായ രീതിയിൽ അതിൻ്റെ നവീകരണ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. വിശ്വാസ സമൂഹത്തിന് അത് തൊട്ട് പ്രാർത്ഥിക്കുവാനും പരിശുദ്ധൻ്റെ കബറിടത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുവാനും ഇപ്പോൾ കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമായിട്ടാണ് ഇവിടെ വരുന്ന വിശ്വാസികൾ പറയുകയും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദേവാലയത്തിൽ പരിശുദ്ധനായ അന്ത്രയോസ് ബാബയെ കബറടക്കിയിരിക്കുന്ന ആ സ്ഥലം മദ്ബഹായ്ക്കുള്ളിലാണെങ്കിലും ഇവിടെ വരുന്ന വിശ്വാസ സമൂഹത്തിന് കണ്ട് പ്രാർത്ഥിക്കുവാൻ ഒരു കബറിടത്തിൻ്റെ ഭാഗം എന്നുള്ള രീതിയിൽ തന്നെ മുൻവശത്തെ ഭാഗം ക്രമീകരിച്ചിരിക്കുന്നു. അവിടെ എല്ലാവരും വന്നവരുടെ കണ്ണുനീരുകൾ, അവരുടെ നേർച്ചകൾ, കാഴ്ചകൾ, അവരുടെ വേദനകൾ, പ്രയാസങ്ങൾ അർപ്പിക്കുകയും പരിശുദ്ധൻ്റെ മധ്യസ്ഥതയാൽ അനുഗ്രഹങ്ങളെ പ്രാപിക്കുകയും ചെയ്തു വരുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. എന്താ പറയണ്ടേ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.